വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ഹരണ രീതികൾ അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മൾട്ടിപ്പിൾ ടേബിളൊക്കെ പഠിച്ചോ നിങ്ങളെ? ടേബിള്, മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ തന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. കാരണം അത് നല്ലതുപോലെ അറിഞ്ഞെങ്കിലേ നമുക്ക് ഡിവിഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു നിങ്ങൾ ആ ടേബിൾ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ടേബിൾ പഠിക്കാതെ നമുക്ക് 3ഉം 4ഉം ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രക്ഷകർത്താക്കൾ എത്ര റിസ്ക് എടുത്താലും വേണ്ടിയില്ല, കുഞ്ഞുങ്ങളെ ആ ടേബിളൊന്ന് നല്ലപോലെ പഠിപ്പിക്കണേ. കാരണം 5ാം ക്ലാസ് തൊട്ടാണ് നമ്മൾ ടേബിൾ നല്ലതുപോലെ പഠിച്ചു വരുന്നത്. 4ാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 3ഉം 4ഉം 5ൻ്റെയൊക്കെ ടേബിള് 4ാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അന്നേരം ആരും പഠിച്ചു കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ 5ാം ക്ലാസ്സിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം എങ്കിലേ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 7ൻ്റെ 8ൻ്റെ 6ൻ്റെ ഒക്കെ ടേബിളാണ് കുഞ്ഞുങ്ങളെ ഇത് ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. അന്നേരം നമുക്കത് അറിയാമെങ്കിലെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒത്തിരിയും വെട്ടം കഴിഞ്ഞ ലിങ്കിലും ഒക്കെ ഒത്തിരി വെട്ടം പറഞ്ഞാൽ ടേബിൾ പഠിക്കാമെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ 1ാമത്തെ പാർട്ട് അതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന്. നമുക്കെല്ലാം അറിയാവോ നിങ്ങളെ ഡിവൈഡ് ചെയ്യാൻ? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ പറയാം, നിങ്ങളത് നോക്കണേ. ഇപ്പം 4, 2, 5 ഡിവൈഡ് 5 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ? നോക്കിക്കേ, എന്ത് ചെയ്യും? 4, 2 അതായത് 425 അല്ലെങ്കിൽ 425 ഡിവൈഡ് 5 ഇങ്ങനെയാ അല്ലേ? അപ്പോൾ എന്താ, നമ്മൾ 5ൻ്റെ ടേബിളിൽ ചെല്ലുമ്പം 4 വരുന്നുണ്ടോ എന്ന് നോക്കുക. 4 വരുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ 2 അക്കമുള്ള സംഖ്യ 2 എണ്ണം എടുക്കുക. വരാത്തത് കൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വരുമായിരുന്നേ നമ്മൾ ഒരെണ്ണം എടുത്തേനി ഇല്ലേ? അപ്പോൾ എന്താ, 5ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 42. അപ്പോൾ 5ൻ്റെ ടേബിൾ അറിയണം കേട്ടോ. എത്ര? 8 × 5 40 വരുന്നുണ്ട്, 40. ഇനി എല്ലാവർക്കും തെറ്റുമോ? ഇവിടെ വന്നു കഴിഞ്ഞ് എന്തുവാ ചെയ്യേണ്ടതെന്ന് കേട്ടോ. നിങ്ങൾ ഈ കണക്ക് ഓരോരുത്തർക്കും തെറ്റുന്നത് എവിടെയാണെന്ന് എനിക്ക് ഒരുവിധം നമുക്കറിയാം. അതുകൊണ്ടാണ് അവിടെ വരുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തൊക്കെ താഴോട്ട് കൊണ്ടുവരാം എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 2 എണ്ണം വരികയാണെങ്കിൽ 2 എണ്ണം എന്നല്ല, ഈ മുകളിൽ 2 എണ്ണം എന്ന് ഉദ്ദേശിച്ചത് 1, 2 ഇത് വരുമ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 2ൽ നിന്ന് 0 പോയാൽ 2 ആണ് അല്ലേ? 4ൽ നിന്ന് 4 പോയാൽ 0 ആണ്. അപ്പോൾ 0 ഇടേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ ഇനിയും വല്ലതും താഴോട്ട് ഇറക്കാനുണ്ടെങ്കിൽ അതുണ്ട്, ഒരു 5 ഉണ്ടല്ലോ, 5 കണ്ടോ. ഇനി 25 ആണ് വന്നത്. ഈ 25 5ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ? അപ്പോൾ 5ൻ്റെ ടേബിൾ അറിയണേ. എത്ര? 5 × 5 25 ആണ്. അപ്പോൾ നമുക്ക് എന്താ 0 കിട്ടി. അതായത് ഇതിനെ നമ്മൾ കോഷ്യൻ്റ് എന്നും, ഇംഗ്ലീഷ് മീഡിയക്കാരാണ് നിങ്ങളെ, ഇതിനെ കോഷ്യൻ്റ് ഇതിനെ കോഷ്യൻ്റ്, അതായത് നമുക്ക് എന്താണ് ഹരണഫലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത് കോഷ്യൻ്റ്, ഇത് ഡിവിഡൻ്റ് ആയിട്ടോ, DIVIDEN ഡിവിഡൻ്റ്, ഇത് ഡിവൈസർ, ഇത് റിമൈൻഡർ. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ. കോഷ്യൻ്റ്, ഡിവിഡൻ്റ്, ഡിവൈസർ, റിമൈൻഡർ. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 85 കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയണം. അത് ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ടെസ്റ്റിൽ നമുക്ക് ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? റെക്റ്റാങ്കിൾ ഡിവിഷൻ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമായിരുന്നു കേട്ടോ നിങ്ങളെ. എന്താ നിങ്ങളുടെ ഡിവിഷൻ്റെ പ്രത്യേകത നോക്കിക്കേ, റെക്റ്റാങ്കിൾ ഡിവിഷൻ കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്, കാണുന്നുണ്ടോ നിങ്ങളെ? റെക്റ്റാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ചതുരഹരണം കണ്ടല്ലോ, ചതുരഹരണം. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിയോ നിങ്ങളെ. 144 രൂപ 9 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമെന്ന? എന്താ ഞങ്ങളെ, 144 രൂപ 9 പേർക്ക് വീതിച്ചു കൊടുത്താൽ, അതായത് if 144 rupees is shared equally between 9 person, 9 പേർക്ക് തുല്യമായിട്ട് 144 രൂപ വീതിച്ചു കൊടുക്കണം. നമ്മൾ എങ്ങനെ വീതിക്കും കുഞ്ഞുങ്ങളെ അറിയാമോ? അത് നമ്മൾ റെക്റ്റാങ്കിൾ ഡിവിഷനിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കണേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 144 രൂപയാണ്, അത് 9 പേർക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കും? എങ്ങനെയാ? 9ൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത് അല്ലേ? അതൊക്കെ അറിയാവോ? 9ൻ്റെ ടേബിൾ എന്താ? 1 9 9 2 9 18 വരും. ഇവിടെ എന്താ? 14 ഉള്ളൂ. അപ്പം നമ്മൾ എന്താ? 1 9 1 9 9. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 2 എണ്ണം വരുമ്പോൾ എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്? കുറയ്ക്കണം. 14ൽ നിന്ന് 9 പോയാൽ എത്ര? 15 16 17 18
സോറി 14 നിന്ന് 9 അല്ലേ പോകേണ്ടത്, 14 നിന്ന് 9 കുറയ്ക്കണം. 9, 10, 11, 12, 13, 14 ഇത്ര 5 കേട്ടോ. നിങ്ങൾ വിരലയിൽ എണ്ണിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറയ്ക്കുന്ന കറക്റ്റായിട്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എത്ര 5. പിന്നെ ഇനി 5-നകത്ത് 9 വരുമോ ഡൗട്ട് അടിക്കേണ്ട നിങ്ങളെ. എന്താണ് 14 കിട്ടിയതിന് സംശയമൊന്നുമില്ലല്ലോ. ഒരു 9 കേട്ടോ. ഇനി 14 നിന്ന് 9 പോയ 5. ഇനി അടുത്തതിനെ ഇനി താഴോട്ട് ഇറക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഇറക്കുക. 54 വരുന്നുണ്ടോ? 9ന്റെ ടേബിളിൽ 54 വരുന്നുണ്ടോ? ഉണ്ടോ? എത്ര 6, 9, 54. 6 × 9 50. അപ്പം നമുക്ക് എത്ര കിട്ടി ആൻസർ? 16 കിട്ടി. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 16. ഇതാണ് ഇതിൻ്റെ ആൻസറും. അത് നമുക്കറിയാം ഈ 16 ഇതിൻ്റെ ആൻസർ എന്ന്. പക്ഷേ നമുക്ക് ഇവിടെ ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ? റെക്റ്റാങ്കിൾ ഡിവിഷനിൽ ചെയ്യാനാണ്. അവിടാണ് ഈ എല്ലാവർക്കും സംശയം വന്നത്. റെക്റ്റാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ചതുരഹരണം കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ഈ പറഞ്ഞ രീതിയിലല്ല. നോക്കിക്കേ എങ്ങനെയാണെന്നറിയോ? 144 അല്ലെങ്കിൽ 144നെ ആദ്യം എഴുതണം കേട്ടോ. എന്നിട്ട് എന്താണെന്നറിയോ? എന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങളങ്ങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എത്രനെയാണ് ചെയ്യുന്നത്? എത്ര വെച്ചാണ് ചെയ്യേണ്ടത്? ഇവിടെ 9 പേർക്കാണ് കൊടുക്കേണ്ടത്. ചോദ്യം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേരെ. ഇത് നമ്മൾ നോർമലി സാധാരണ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടതാണിത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ രീതിയിൽ തന്നെ. അപ്പം നിങ്ങളിത് പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചിരുന്നോണ്ടോ നിങ്ങളെ? എത്ര രൂപയുണ്ടായിരുന്നു? 144 രൂപയുണ്ടായിരുന്നു. എത്ര പേർക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്? 9 പേര്. ആ 9നെ മുകളിലാണ് എഴുതേണ്ടത് കേട്ടോ. ഡൗട്ട് അടിക്കേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് സാധാ രീതിയാണ്. നമ്മളോട് ഈ മെത്തേഡിൽ ചെയ്ത് പഠിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്. അപ്പം 9 എന്ന് പറയുന്നത് ഈ 147 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. 144 രൂപയാണ് 9 പേർക്ക് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇത് 10 പേർക്ക് കൊടുത്തെന്ന് വെച്ചോ. 10 പേർക്ക് തുല്യമായിട്ട് വീതിച്ച് വെച്ച് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ എത്ര രൂപയായി? 10 × 9. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് നമ്മുടെ ഊഹമാണ് കേട്ടോ. അതിൻ്റെ പറയാം. അതായത് 144 രൂപയാണ് തുല്യമായിട്ട് 9 പേർക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ അതിനെ എന്ത് ചെയ്യുക? 10 എന്നുള്ള സംഖ്യ വെച്ച് ചെയ്യുക. അപ്പോൾ 10 × 9 എത്ര? 90. 10 × 9 90. ഇത്രയും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളിവിടെ അത് എഴുതി വെക്കണം. 9 9ൻ്റെ 9 × 10 നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് 90 കിട്ടി. മനസ്സിലായോ നിങ്ങളെ? ഇത്രയും സംശയമില്ലല്ലോ. ഇനി നമ്മൾ പറഞ്ഞു 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. മുകളിലും താഴെയും വന്നാൽ കുറയ്ക്കണം. 144 നിന്ന് 90 പോയാൽ നമുക്ക് എത്ര? 54 കിട്ടും കേട്ടോ. കുറച്ച് നോക്കണേ. 194 നിന്ന് എത്ര? 90 പോയാൽ 54 കിട്ടും. ഇനി മേളിൽ ഏതാണോ കിടക്കുന്നത് അതിൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത്. 9ൻ്റെ ടേബിള് ചെല്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ 54 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 6, 9, 54 കേട്ടോ. 9ൻ്റെ ടേബിളിൻ്റെ എളുപ്പവഴിയൊക്കെ അറിയാമോ നിങ്ങളെ? കേട്ടോ. അറിയാമോ എളുപ്പവഴിയൊക്കെ? അമ്മ എടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാവരെയും അമ്മമാർക്കും ഒക്കെ എളുപ്പം പറയാൻ പറ്റുന്ന ഒരെണ്ണമാണ് 9ൻ്റെ ടേബിൾ. 1 × 9 1 9 9 2 9 18 3 9 27. എന്തോന്നോ നിങ്ങളെ? ഇവിടെ ഈ സൈഡിൽ ഒന്ന് കൂടി വരും, ഇവിടെ ഒന്ന് കുറഞ്ഞു വരും. എളുപ്പമുള്ളൊരു ടേബിളാണ് 9ൻ്റെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളെ? 45. അങ്ങനെ നിങ്ങൾക്ക് 9ൻ്റെ ടേബിള് ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ പേപ്പറിൻ്റെ വലത്ത് സൈഡിൽ എഴുതിയിട്ടോ. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് എഴുതിയിടണം കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഡൗട്ട് അങ്ങ് തീരും. ഇവിടെ നോക്കിക്കേ 54 വന്നു. 54 അപ്പോൾ ഏതായിരിക്കും? 6 × 9 54. എത്ര കുഞ്ഞുങ്ങളെ? 6 × 9 54. 54 നിന്ന് 54 പോയാൽ 0 ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ എത്ര എടുത്തത്? 9ൻ്റെ കൂടെ 6 കൂടിയാണ് എടുത്തത്. അപ്പം നമുക്ക് 54 കിട്ടിയെന്ന്. ഇത്രയും എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഉണ്ടെങ്കിൽ ഇച്ചിരി ബാക്ക് അടിച്ച് ഒന്നുകൂടെ കേൾക്കണേ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 144നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10ഉം 6ഉം എത്ര? 16 കിട്ടിയെന്ന്.
10ഉം 6ഉം. ഇപ്പം മനസ്സിലായോ ഞങ്ങളെ? അതിന് സംശയം ഉണ്ട്. ഇതാണ് ഇവിടോട്ട് നോക്കിയേ, ഇവിടുത്തെ പൊതുവായിട്ട് വന്നത് 9 അല്ലേ? ഇവിടെ എന്താണ് 10 അധികം 6 എന്ന് എഴുതുക. അപ്പോൾ എത്ര? 16. 16ഉം 9ഉം 144. സംശയമുണ്ട്, നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് എന്താ റെക്റ്റാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ ഞങ്ങളെ? നല്ലപോലെ മനസ്സിലായി. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. ഇച്ചിരി സമയം എടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇനി പിന്നെ എത്ര കടന്ന് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവത്തില്ല. അതിനു വേണ്ടിയാണ് ഇത്രയും സമയം എടുത്ത് 10 മിനിറ്റോളമായി കേട്ടോ ഈ കണക്ക് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്ത നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ടോട്ടൽ പ്രൈസ് ഓഫ് 7 pen ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? നമ്മളിപ്പോൾ ചെയ്ത രീതി തന്നെ നോക്കിക്കേ. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മലയാളംകാർ മലയാളത്തിലും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിലും ആ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഇത് കാരണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ എൻ്റെ ഇപ്പോൾ പേനയുടെ എണ്ണം അല്ലേ, എന്ന് വെച്ചാൽ എന്താ നമ്പർ ഓഫ് പെന്ന്, പിന്നെ ആകെ വില, ടോട്ടൽ പ്രൈസ് എന്നൊക്കെ നമുക്ക് എഴുതാം കേട്ടോ സ്വന്തമായിട്ട്. അപ്പം നമ്മുടെ ഇതാണ് നമുക്ക് മെയിൻ വേണ്ടുന്നത് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ചോദ്യം 98 പേനയാണ് കേട്ടോ. 98 പേനയല്ല, സോറി, എന്താ രൂപയാണ്. 98 രൂപയുടെ 98 രൂപ 7 പേന അല്ലേ? അപ്പോൾ 98 7ഉം കിട്ടി. അപ്പോൾ 98 7 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 10 ഇട്ട്, നിങ്ങൾ എപ്പോഴും 10 ഇട്ട് അങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 10 × 7 70. ഇനിയുള്ള കണക്കിലായാലും നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല അല്ലേ? ചിലപ്പോൾ തെറ്റിയാലോ. 10 × 7 70. 10 × 7 70. 98 നിന്ന് 70 പോയാൽ 28. സംശയം ഉണ്ടാവും ഞങ്ങളെ, ഞാൻ വേറെ ചെയ്യണോ? 98 നിന്ന് 70 പോയാൽ എത്ര? 28. ഇനി 28 7ൻ്റെ ടേബിളിൽ വരുമോ? വരുന്നുണ്ട്. എത്ര? 4 7 28. 28 നിന്ന് 28 പോയാൽ 0. അപ്പോൾ നമ്മൾ എത്ര? 10 × 7 ഇവിടെ കിടക്കുന്ന 10 × 7 70 കിട്ടി. 4 × 7 28ഉം കിട്ടിയല്ലോ. അപ്പം ഇനി നമ്മുടെ ജോലി എന്താ? 10ഉം 4ഉം 14 ആൻസർ. ഇവിടെ എത്ര ആണോ വരുന്നത് അതാണ് ആൻസർ. അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ രണ്ടിടവും തെറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. അതായത് 10 4 ഒരേപോലെ വന്ന്, അതായത് ഈ മേളിലത്തെ കിടക്കുന്നുണ്ടല്ലോ അത് അതുപോലെ തന്നെ എപ്പോഴും എഴുതണം കേട്ടോ. ഈ മേളിൽ തരുന്നതിനെ അതുപോലെ എഴുതണം. അവിടെയൊക്കെ ഈ തെറ്റുന്നത് എവിടെ എന്തോ എഴുതണമെന്ന്. പിന്നെ നമ്മൾ വെളിയിൽ കിടക്കുന്നത് ഇതാണ് കൂട്ടേണ്ടത്. അപ്പോൾ 10ഉം 4ഉം 14, 7നെ അതുപോലെ എഴുതുക. അപ്പം നമുക്ക് 98 കിട്ടും. അപ്പോൾ ഒരു പേനയുടെ വില 14 രൂപയാണ്. ഇപ്പോൾ പിടികിട്ടിയോ ഞങ്ങളെ? മനസ്സിലായാലും ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് കേൾക്കണേ കേട്ടോ. അടുത്ത രണ്ടാമത്തെ നോക്കിയേ, 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? എത്ര രൂപയുണ്ട്? 168 രൂപ 8 പേർക്ക്. ആകെ എത്ര രൂപയുണ്ട്? 168 രൂപ. എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? 8 പേർക്ക്. അപ്പം 168നെ 8 കൊണ്ട് കേട്ടോ. 168നെ 8 കൊണ്ട്. അപ്പം നമുക്ക് തന്നത് 168ആണ്. എത്ര വെച്ചാണോ ചെയ്യേണ്ടത് അതിനെ മുകളിൽ കൊടുക്കേണ്ടത്. അത് തിരിഞ്ഞു പോകല്ലേ കേട്ടോ. 168നെ 8. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ 10 വെച്ച് ചെയ്യുക. അപ്പോൾ എളുപ്പം ചെയ്യാവുന്നത്. 10 × 8 80. 10നെ നമ്മൾ 8 വെച്ച് ചെയ്തപ്പോൾ 80 കിട്ടി. അപ്പം 168 നിന്ന് 80 പോയപ്പോൾ ബാക്കി 88 അല്ലേ? 88 നമുക്ക് 88 വരെയുള്ള ടേബിൾ അറിയാമോ നിങ്ങളെ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? 10 ഇട്ട് വീണ്ടും ചെയ്തു. അപ്പോൾ എത്ര? 10 × 8 80. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ നിങ്ങളെ? ചോദ്യമാണ് 168നെ 8 കൊണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യാനുള്ള ലെഫ്റ്റ് സൈഡിൽ 10 ഇട്ട് കൊടുത്തു. 10 × 8 80. 168 നിന്ന് 80 കുറച്ചാൽ 88. അപ്പം നമ്മളിവിടെ 8 × 10 80 എന്ന് എഴുതണം. എന്നിട്ട് 88 നിന്ന് 80 പോയാൽ ബാക്കി 8 വരുമല്ലോ. ഒരു 8. 1 × 8 8 കണ്ടോ. അപ്പം നമ്മൾ എത്രയൊക്കെയാണോ ഇവിടെ എടുത്തത് അതെല്ലാം ഇവിടെ കൊടുക്കണം. ഇനി 10 10 1 10ഉം 10 21 21 നമ്മുടെ ആൻസർ എന്ന് ആണോ നോക്കിക്കേ. 8നെ അതുപോലെ എഴുതി. 10 10 1 21 21 × 8 168. ഇപ്പം പിടികിട്ടിയോ ഞങ്ങളെ? ഇതൊരിച്ചിരി സത്യം പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊക്കെ
എനിക്ക് തോന്നുന്നു ഇച്ചിരി കട്ടിയാണെന്ന് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മളങ്ങ് അതായത് കുഞ്ഞുങ്ങളെ ടേബിൾ പഠിപ്പിച്ചിട്ട്, കാരണം ആദ്യമായിട്ടല്ല ഇവർ ഈ ടേബിൾ പഠിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് അത് ആദ്യമേ ഇപ്പോൾ 2 വെച്ചോ 4 വെച്ചോ 5 വെച്ചോ ഒക്കെ അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നത് ശരിയാക്കി കൊണ്ടുവന്നേനി. ഇത് ഒന്നും അറിയാൻ വയ്യാത്ത പിള്ളേർക്കൊക്കെ ഇത് എന്തിനാ ഇങ്ങനെ മോഡൽ കൊടുത്തേന്നാ അത് ആദ്യമേ തന്നെ ഒരു പിടുത്തമില്ല കേട്ടോ. എനിക്കറിയില്ല, പുതിയ പുസ്തകമല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, കാരണം ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് 1ഉം 2ഉം ആയിരിക്കും, 1ഉം 2ഉം ഒക്കെ കോവിഡൊക്കെ ആയിരുന്നു, ഒന്നും അറിയത്തില്ല. അപ്പം 3, 4, 5 ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പിച്ച വെച്ച് കയറി വന്നതാണ്. അപ്പം ടേബിളൊന്നും മിക്കവർക്കും അറിയത്തില്ല. അതാണൊരു മെയിൻ പ്രശ്നം. ടേബിൾ അറിയാൻ വയ്യാത്ത ഒന്നാമത്തെ പ്രശ്നം. ഇനി ആ ടേബിൾ വെച്ചിട്ട് എങ്ങനെയും ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് നല്ലതുപോലെ ആരെങ്കിലുമൊക്കെ മെനക്കെട്ട് അവരുടെ അടുത്തിരുന്നെങ്കിലേ ഇതിനെക്കുറിച്ച് അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. വിചാരിച്ച ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 1825, അതായത് 1825 നോട്ട് ബുക്ക്. ഹൗ മെനി പാക്ക് ഓഫ് 25 നോട്ട് ബുക്ക് ആർ ടു ബി ബോട്ട്? അതായത് സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. സ്കൂളിലെ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. പക്ഷേ 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണമെന്ന്. 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണമെന്ന്. അപ്പം മൊത്തം എത്ര വേണം കുഞ്ഞുങ്ങളെ? 1825 മൊത്തം അല്ലേ? എത്ര കെട്ടാണ്? 25. അപ്പം രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യാനാ അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെച്ചിട്ട് ചോദ്യത്തെ എഴുതുക, എന്നിട്ട് എത്ര വെച്ചാണോ ചെയ്യേണ്ടത് അത് അതിൻ്റെ മണ്ടയ്ക്ക് കൊടുക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ 10 വെച്ച്? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ 10 വെച്ചും ചെയ്യാം. 10 വെച്ച് ചെയ്യുമ്പം നമുക്ക് ഇങ്ങോട്ട് ഒത്തിരി സ്റ്റെപ്പ് വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് വെച്ച് ഒരു വലിയൊരു പേജ് ഫുള്ള് വേണം. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്തു? വേണേൽ 20 വെച്ച് ചെയ്യാം, 30 വെച്ച് ചെയ്യാം, 40 വെച്ച് ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 40 വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്നറിയോ? 25 × 40 എത്രയാണ്? 1000 കേട്ടോ. അതുകൊണ്ട് ആ ഒരു എളുപ്പം വെച്ച് 25 × 40, അതായത് 25 × 4 100 നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. എന്താ നിങ്ങളെ 25 × 25 × 4 ഇത്ര 100 അല്ലേ? അപ്പോൾ 25 × 40 ആയപ്പോൾ അത് 1000 ആയി. അപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി 2 എണ്ണം വന്നാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 1825 1000 പോയാൽ ബാക്കി 825 ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ വലത്തുവശത്ത് എഴുതേണ്ട ഏതാണ്? ഏതിനെയൊക്കെയാണോ ഇൻഡ്യൂ ചെയ്തത് അത് പറക്കി എഴുതുക. ഇനി 825 വന്നു. ഈ 825 എന്ന് പറയുന്നവരിനെ നമുക്ക് ചെയ്യാൻ അറിയാവോ നിങ്ങളെ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒന്നുകിൽ ഇവിടെ 40 ഇട്ട് ചെയ്യാം, അതല്ലെങ്കിൽ 30 ഇട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിജിറ്റ് വെച്ച് ചെയ്യുക. ഇവിടെ നോക്കി 825. അപ്പം 40 വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? ഈ 825 പുറത്ത് പോകും. അപ്പം അതിൻ്റെ തൊട്ട് താഴെ 30 വെച്ചാണ് ഞാൻ ചെയ്തത്. 40 വെച്ചാകുമ്പോൾ എന്താ നിങ്ങളെ? 40 × 25 ഈ 825 പുറത്തു പോകും. അപ്പം നമുക്ക് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ 30 വെച്ച് ചെയ്തു. 25 × 30 750. അപ്പോൾ ബാലൻസ് 75 വന്നു. അപ്പം നമ്മൾ ഏതൊക്കെ വെച്ചാണോ ചെയ്യുന്നത് അത് വലത്തുവശത്ത് ഇങ്ങനെ കാണിക്കണം കേട്ടോ. 75 വന്നു. അപ്പോൾ 75 വന്നത് എന്താ? 25 × 3 75. അപ്പോൾ 0 വന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ എത്രയ്ക്ക് കിട്ടിയത്? 40, 30, 3. അപ്പോൾ എത്ര? 73 നമ്മുടെ ആൻസർ ആണോ? നോക്കിക്കേ, മെയിനായിട്ട് വന്നതിനെ അതുപോലെ എഴുതുക. ഇവിടെ എത്ര? 40, 30, 3 73 × 1825 നമുക്ക് കിട്ടി. ഓക്കെ ആണേ കുഞ്ഞേ? അടുത്തത്, വാട്ട് ആർ ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2 ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1? എന്താ നിങ്ങളെ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഈ ക്ലൂ ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്നത് എത്രയേ ഉള്ളൂ നിങ്ങളെ? ഈവൻ നമ്പർ ഉണ്ടല്ലോ. എന്താ ഈവൻ നമ്പർ? ഇരട്ട സംഖ്യകൾ. മലയാളം മീഡിയക്കാർക്ക് ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 2, 4, 6, 8, 10, 12, 14, 16, 18 ഇങ്ങനെ പോകത്തില്ലേ? അതാണ് ഈവൻ നമ്പർ. 2, 4, 6, 8, 10 പറഞ്ഞ് നമ്മൾ ചെല്ലത്തില്ലേ? അത് ഈവൻ നമ്പറാണ്. അങ്ങനെയെങ്കിൽ ഓഡ് നമ്പറോ? ഒറ്റ സംഖ്യയോ? 1, 3, 5, 7, 9 അത് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തിരിഞ്ഞു പോകരുത്. അതായത് ഓഡ് നമ്പറും ഈവൻ നമ്പറും തിരിഞ്ഞു പോകരുത്. അതൊക്കെ നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്ന. നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ലെന്ന് എനിക്കറിയാം. പോകല്ലേ കേട്ടോ. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്ന സംഖ്യ ഏതാണ്? നമുക്ക് ഈവൻ നമ്പറിനെ നമ്മൾ 2 വെച്ച് ചെയ്താൽ
എന്താ നിങ്ങളെ ഈവൻ നമ്പറിനെ 2 വെച്ച് ചെയ്യുക. ഞാൻ പറയട്ടെ, ഇപ്പം 2 പറഞ്ഞായിരുന്നല്ലോ, 2, 4, 6, 8, 10 ഇതാണ് ഈവൻ നമ്പർ. എക്സാമ്പിൾ ഞാൻ 8 വെച്ച് 2നെ ചെയ്യുക. എന്താ 4, 2, 8 ശിഷ്ടം 0 വന്നു. മനസ്സിലായോ? ഇനി 10 വെച്ച് ഞാൻ ചെയ്യുകയാണ്. എത്ര? 5, 2, 10 ശിഷ്ടം 0 വന്നു. മനസ്സിലായോ നിങ്ങളെ? അതായത് കണ്ടോ, ഈവൻ നമ്പർ വെച്ചിട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ വെച്ച് ചെയ്താൽ നമുക്ക് എന്താ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നത് ഏതൊക്കെയാണ്? അടുത്ത നമ്മളോട് ചോദിച്ചത് എന്താണ്? 2 കൊണ്ട് ഹരിക്കുമ്പോൾ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വരുന്നത്. ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1 വരുന്നത് ഏതാ? നമുക്ക് എന്താ? ഓഡ് നമ്പറിൻ്റെ കൂടെ, അതായത് 3 ഡിവൈഡ് 2, 1, 2, 2 ശിഷ്ടം 1 വന്നല്ലോ. ഈ ഓഡ് നമ്പറാണേ. പിന്നെ 1, 3, 5 ഡിവൈഡ് 2 എത്ര നിങ്ങളെ? 2, 2, 4 ശിഷ്ടം 1. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ എന്താ? ഇവ ഓഡ് നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഈവൻ നമ്പറിനെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. അത് ഓക്കെ ആണല്ലോ? ഇതൊക്കെ 2, 3 മാർക്കിനെയൊക്കെ ചോദിച്ചാൽ അറിയാമല്ലോ നിങ്ങളെ. അടുത്തത്, ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമത്തിൽ എഴുതുക. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3? റൈറ്റ് ദ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ലിവിങ് ദ സെയിം റിമൈൻഡർ ഫോർ ഈച്ച് ഓഫ് ദീസ്. 3 കൊണ്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരുമെന്ന്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതൊക്കെ ഇത്രയേ ഉള്ളൂ. 3ൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ശിഷ്ടം വരുമല്ലോ. വരുമോ ഞങ്ങളെ? 3ന് താഴെയുള്ള സംഖ്യകൾ ഇട്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? എപ്പോഴായാലും ശിഷ്ടം വരുമല്ലോ. അപ്പോൾ നമുക്ക് അതന്നെ അങ്ങനെ എഴുതിക്കൂടാ. എന്താ? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി ലഭിക്കുന്ന സംഖ്യ 3ന് താഴെ കിടക്കുന്ന ഏതൊക്കെയാ? 2, 1, 0. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും വെച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ശിഷ്ടം കിട്ടും. അപ്പോൾ അത് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 3, അത് തന്നെ ഏതാ? ഇംഗ്ലീഷ് മീഡിയം. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 3 ഗീവ്സ് റിമൈൻഡർ 2ൽ താഴെയുള്ളത് 2, 1, 0. ഓക്കെ ആണേ. ഇനി 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നത് എന്താവും നിങ്ങളെ? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നത് നിങ്ങൾ ഓർത്താൽ മതി. ഇതൊക്കെ ക്ലൂ വെച്ചാൽ ഓർത്ത് വെച്ചേക്കണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരണമെങ്കിൽ എന്താ? 3ൻ്റെ ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ 3ൻ്റെ ടേബിൾ എവിടെ വരുന്നുണ്ടോ കേട്ടോ, 1 3 3 2 3 6 3 3 9 അങ്ങനെ വരത്തില്ലേ? ആ ടേബിളില്ലേ? 1 × 3 3, 2 × 3 6. അപ്പോൾ ആ ടേബിൾ വരുന്ന എവിടാണോ അതിനെന്താ? ശിഷ്ടം 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ടേബിളിൽ 3ൻ്റെ ടേബിൾ വരുന്നത് ആൻസറില്ലേ? അത് വരുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണെങ്കിലോ? 1 ആണ്. എന്തോ കുഞ്ഞുങ്ങളെ? ഈ 3-നകത്ത് ഈ നോക്കിക്കേ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2ൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 4ഉം 3ഉം 7 അല്ല, 2ൻ്റെ അല്ല 3ൻ്റെ അല്ലേ? 4ഉം 3ഉം 7 7ഉം 3ഉം 10 10ഉം 3ഉം 13 13ഉം 3ഉം 16 ഇങ്ങനെ വരത്തില്ലേ? 3ൻ്റെ ഡിഫറൻസ് വരത്തില്ലേ? അങ്ങനെ 3ൻ്റെ ഡിഫറൻസ് വരുന്ന സംഖ്യകൾ വന്നാലും 4 പിന്നെ 7 10 13 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെ വരുന്ന സംഖ്യകൾ വന്നാലും എന്താണ്? ശിഷ്ടം 1 വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണമെങ്കിലോ? അത് കഴിഞ്ഞിട്ടുള്ള ഏതാ? 5 8 11 14 മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ എത്രൻ്റെ ഡിഫറൻസാ? 3ൻ്റെ അല്ലേ? 5 6 7 8 3ൻ്റെ എല്ലാം 3ൻ്റെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? വ്യത്യാസം അല്ലേ? 5ൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്? 5ൻ്റെ ഇടയ്ക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം നോക്കിക്കേ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്നത്. നോക്കിക്കേ, 5നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 3 3 ശിഷ്ടം 2 വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക 3നെ. എത്ര? 2 3 6 ശിഷ്ടം 2 വന്നല്ലോ. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ ഇത്രയല്ലേ എഴുതിയുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനൊരു 5 ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട എക്സസൈസ് ക്വസ്റ്റ്യനാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഞാനൊരു 5 എണ്ണമാണ് എടുത്ത് തന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ഇതിൻ്റെ പേര് എന്തായിരുന്നു? റെക്റ്റാങ്കുലർ
റെക്റ്റാങ്കിൾ ഡിവിഷൻ ആയിരുന്നു അല്ലേ. റെക്റ്റാങ്കിൾ ഡിവിഷൻ എപ്പോഴും നോക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടെ ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടെ നോക്കണം. പിന്നെ ഇതിലോട്ട് സൂക്ഷിച്ച് ടേബിൾ അറിയണേ കുഞ്ഞുങ്ങളെ. എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയല്ല, രക്ഷകർത്താക്കളുടെ അടുത്തോടാണ് കേട്ടോ അവർ പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ ഏതിനെയാണോ ചെയ്യുന്നത്, ഏത് സംഖ്യയാണോ ചെയ്യുന്നത് അത് മുകളിലിട്ടിട്ട് ആ മുകളിൽ കിടക്കുന്നതിനെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ ഞാൻ ഇടാം. നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചാണ് ഞാൻ ഓരോ പാർട്ടും അല്ലെ ഓരോ ക്ലാസ്സും ഞാൻ ഇടുന്നത്. ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും ഓരോ ക്ലാസ്സും ഞാൻ ഇടുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ കമൻറ്റ് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും എല്ലാം വരട്ടെ കേട്ടോ. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.